ആദ്യം മുനമ്പത്ത് സർക്കാരിനൊപ്പമാണ് ലത്തീൻ സഭ. വാർത്തയിലേക്ക്. മുനമ്പം വിഷയത്തിൽ ലത്തീൻ കത്തോലിക്ക സഭ മുഖ്യമന്ത്രിക്കൊപ്പം. മുഖ്യമന്ത്രിയുടെ നിലപാട് സ്വാഗതാർഹമെന്ന് ലത്തീൻ സഭ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പറഞ്ഞു. ന്യായമായ അവകാശം മുനമ്പം ജനതയ്ക്ക് ലഭിക്കണം. പരിഹാരം നീട്ടിക്കൊണ്ടുപോകരുത്. അടിയന്തര ഇടപെടലാണ് വേണ്ടത്. അല്ലെങ്കിൽ വിഭാഗീയ നീക്കം നടത്തുന്നവർ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നും തോമസ് ജെ നെറ്റോ പറഞ്ഞു. ഏറ്റവും ഒടുവിലായി ഇന്നലെ മുഖ്യമന്ത്രി സമര സമിതിയുടെ പ്രതിനിധികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അനുഭാവപൂർവമായ പ്രതികരണം നടത്തി എന്നതും നമ്മൾ താല്പര്യത്തോടുകൂടി സ്വാഗതാർഹമായ കാര്യമായിട്ട് നോക്കി കാണുകയാണ്. ഇതിനകത്തുള്ള ചില കാര്യങ്ങൾ വസ്തുതകൾ പരിശോധിച്ചാൽ ഏറ്റവും അവകാശം ഈ ജനതയ്ക്കാണെന്നുള്ള കാര്യം വ്യക്തമാണ്. അതിന്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. എങ്കിലും കോടതി വ്യവഹാരങ്ങളിലൂടെ പാവപ്പെട്ട തീരദേശത്തെ ജനതയെ ആജീവനാന്തം ആശങ്കയിലും അവരെ നിലനിർത്തുവാനായിട്ടുള്ള സാധ്യതകളുള്ള ഒരു സമൂഹത്തിലാണ് നിയമവ്യവസ്ഥിതി. അതാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. തിരഞ്ഞെടുപ്പുകൾ വരും പോകും, പാർട്ടികൾ ജയിക്കും തോൽക്കും, ഇതെല്ലാം സ്വാഭാവികമാണ്. എന്നേക്കും സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ജനവിഭാഗമാണ് കേരളത്തിലുള്ളത്. അവർ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അതിനേക്കാൾ ഉപരിയായി അവർ സാഹോദര്യത്തിലും സ്നേഹത്തിലും കഴിയുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതിനെ നിലനിർത്തുവാനുള്ള താല്പര്യമാണ്. പ്രകോപനപരമായി പ്രതികരിക്കുവാനോ വൈകാരികമായി പ്രതികരിക്കുവാനോ നമ്മൾ ആരും ആഗ്രഹിക്കാത്തത്. അതേസമയം തന്നെ ഒരു ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് നമ്മൾ. അവിടെ ആശങ്കകളിൽ നമ്മൾ പങ്കുചേരുന്നു എന്നതിന്റെ അടയാളം മാത്രമാണ് ഇന്നത്തെ ഈ കൂടിവരവ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. വിനോദ് ചേർന്ന് വാർത്തയുടെ വിവരങ്ങളുമായി. വിനോദ്, ഈ മുനമ്പത്ത് ഈ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്, അതിൽ പ്രതിഷേധം ഉന്നയിക്കുന്നതിൽ ഭൂരിഭാഗം അത് ലത്തീൻ കത്തോലിക്ക സഭയിൽപ്പെട്ടവരാണ്. ആ വിഭാഗത്തിലെ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് അങ്ങനെ പറയുമ്പോൾ അത് സർക്കാരിനും വലിയ ആശ്വാസമല്ലേ? മുഖ്യമന്ത്രിയുടെ നിലപാടിനെ തോമസ് ജെ നെറ്റോ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ശാശ്വതമായ പരിഹാരം എന്തുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോകുന്നു എന്ന ഒരു ആശങ്ക കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഈ തർക്കം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ആ ഭൂമിക്ക് അർഹതപ്പെട്ടവർ അവരാണ്. നിക്ഷിപ്ത താല്പര്യങ്ങളുമായി വരുന്ന ആളുകളുണ്ട്, അവർക്ക് അവസരം ഉണ്ടാക്കരുത് എന്ന കാര്യമാണ് തോമസ് ജെ നെറ്റോ പറയുന്നത്. തുടർന്ന് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഇന്നത്തെ ഈ പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി പങ്കെടുത്തിരുന്നു. ബിനോയ് വിശ്വം പറഞ്ഞത് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ താൻ പറയുകയാണ്. അവിടെ ഇപ്പോൾ കഴിയുന്ന ജനങ്ങൾ അവിടെ തന്നെ കഴിയും എന്ന കാര്യം ബിനോയ് വിശ്വം പറയുന്നു. താൻ ഉറച്ചു വിശ്വസിക്കുന്നു അവിടെയുള്ള ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടാകും സർക്കാർ സ്വീകരിക്കുക. ആ തരത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് താൻ എന്ന കാര്യം ബിനോയ് വിശ്വം പറയുന്നു. മാത്രമല്ല അദ്ദേഹം കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യമുണ്ട്. വിചാരധാരയിൽ പറയുന്നത് രാജ്യത്തെ ആഭ്യന്തര ശത്രുക്കളിൽ ഒന്നാമത്തേത് മുസ്ലിങ്ങളാണ്. അത് മുസ്ലിം അല്ലേ എന്ന് കേട്ടിരിക്കേണ്ട കാര്യമില്ല. അതേ വിചാരധാരയിൽ പറയുന്നത് രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനി എന്നാണ്. അതുകൊണ്ട് തന്നെ ചോര കുടിക്കാൻ വരുന്നവരെ കരുതിയിരിക്കണം, ആ കെണിയിൽ വീണു പോകരുത് എന്നുകൂടി ബിനോയ് വിശ്വം പറയുന്നു. വി എം സുധീരൻ അടക്കമുള്ളവർ ഇതിൽ പങ്കെടുത്തു. 28-ന് വിളിച്ചിരുന്ന യോഗം 22-ലേക്ക് മാറ്റിയിട്ടുണ്ട്. സഭാ നേതൃത്വം പറയുന്നത് അതുവരെ 22 വരെ കാത്തിരിക്കേണ്ടതില്ല, തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല, അതിനു മുൻപ് തന്നെ സർവകക്ഷി യോഗം വിളിക്കണം എന്ന ഒരു അഭിപ്രായത്തിലേക്ക് കൂടി സഭാ നേതൃത്വം പോകുന്നുണ്ട്. ലത്തീൻ കത്തോലിക്ക സഭ എന്തായാലും മുഖ്യമന്ത്രി നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.